മക്കളെ SSLCന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു. എല്ലാവരും റിസൾട്ടിൽ വളരെ ഹാപ്പി ആണെന്നാണ് വിശ്വസിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് 16-ാം തീയതി മുതൽ നമുക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് അതിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് മെയ് 16-ാം തീയതി മുതൽ 21-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് നിങ്ങൾക്ക് റീവാലുവേഷനിൽ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ 4 മണിക്ക് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സ്പെസിഫിക് സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റീവാലുവേഷൻ അപ്ലൈ ചെയ്യണം. പോർട്ടൽ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. 16-ാം തീയതി നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുണ്ടാകും. ആ ഒരു സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഈ ഒരു റീവാലുവേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ചെയ്ത ആ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ എക്സാം എഴുതി, അതായത് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അടുത്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടേ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ കോപ്പി എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കണം. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സേ പരീക്ഷയാണ്. സേ പരീക്ഷ ജൂണിലാണ് വരാൻ പോകുന്നത്. അതിന് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു പേപ്പറിന് 400 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് ഇതേ രീതിയിൽ തന്നെയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത ഈ ഒരു പേപ്പറിന് നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്ക് കൂടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ 400 രൂപ തിരിച്ച് കിട്ടുന്നതുമാണ്. അപ്പോൾ ഒരു പേപ്പറിന് 400 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ വെബ്സൈറ്റും കാര്യങ്ങളും മിസ് എന്ത് ചെയ്യാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിൻ്റെ റിസൾട്ടാണ്. ചെറിയ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാർക്ക് കുറഞ്ഞു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് ഇല്ല, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്തായാലും റീവാലുവേഷൻ അപ്ലൈ ചെയ്യുക. ഓർത്ത് വെച്ചോളാം, മെയ് 16 മുതൽ 21-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4 മണിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അപ്ലൈ ചെയ്തിരിക്കണം. അന്നേ ദിവസം 5 മണിക്കുള്ളിൽ അത് നിങ്ങളുടെ HMന്റെ അടുത്തോ പ്രിൻസിപ്പലിൻ്റെ അടുത്തോ നിങ്ങളത് ഏൽപ്പിച്ചിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. പോർട്ടൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ എന്തായാലും തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ വരും ദിവസങ്ങളൊക്കെ ഈ ചാനലിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓൾ ദി ബെസ്റ്റ്.